ഇന്ന് നമുക്ക് എള്ളിന്റെ മെയിനായിട്ട് കറുത്ത എള്ളിന്റെ ഗുണങ്ങൾ നോക്കാം. ഔഷധത്തിനും ആഹാരത്തിനും എണ്ണയ്ക്കും അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വിളയാണ് എള്ള്. എള്ളെണ്ണ എല്ലാ എണ്ണകളിലും മികച്ചതാണ്. അതുപോലെ തന്നെ മിക്കവാറും ആയുർവേദ തൈലങ്ങളിലെല്ലാം എള്ളെണ്ണ ചേർക്കുന്നുണ്ട്. ഈ എള്ള് ദീർഘായുസ് നൽകുകയും യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നതാണ്. ബലം വർദ്ധിപ്പിക്കാനും വീര്യം വർദ്ധിപ്പിക്കാനും ത്വക്കിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും എള്ള് സഹായിക്കും. കേശവർദ്ധനവിന്, മുലപ്പാൽ ഉണ്ടാകാന്, ദഹനത്തിന്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇതിനെല്ലാം എള്ള് നല്ലതാണ്. ഈ എള്ള് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി ദിവസേന കഴിക്കുകയാണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിക്കും. ഇതില് കാൽസ്യം, പൊട്ടാസ്യം, കോപ്പർ, മഗ്നീഷ്യം, വിറ്റാമിൻ ബി, അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക്, അകാലനരയുള്ളവർക്ക്, കേൾവിക്കുറവ്, ഓർമ്മക്കുറവ്, എല്ലിന്റെ പ്രശ്നങ്ങള്, ഓസ്റ്റിയോപോറോസിസ് ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഇത് വരാതിരിക്കാനുമായിട്ട് എള്ള് സഹായിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സെസമിൻ, സെസമോളിൻ എന്നൊക്കെ പറയുന്ന കണ്ടന്റ് വിറ്റാമിൻ ഇ കൂടാൻ സഹായിക്കും. അതുവഴി കൊളസ്ട്രോൾ കുറയാനും ത്വക്കിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. മുടിപൊഴിച്ചിൽ തടയാനും വെള്ളപോക്കിന്റെ പ്രശ്നമുള്ളവർക്കും ഈ എള്ള് കഴിക്കാവുന്നതാണ്. ഇനി എള്ള് കഴിക്കാൻ പറ്റാത്ത ആൾക്കാര്, ചില ആൾക്കാരില് ഒരു പ്രോട്ടീൻ അലർജി പോലെ എള്ളിന്റെ അലർജിയും കാണാറുണ്ട്. അങ്ങനെയുള്ളവര് എള്ള് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലാതെ എല്ലാവർക്കും എള്ള് കഴിക്കാവുന്നതാണ്. ഒരു 5 ഗ്രാം അളവില് രാവിലെയോ വൈകിട്ടോ എള്ള് ഒന്നുകിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, അതിങ്ങനെ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ഒരു 21 ദിവസമോ 41 ദിവസമോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ തന്നെ എള്ളുണ്ടയാക്കി എടുക്കാം. എള്ള് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതിനെ നന്നായിട്ടൊന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കഴിക്കാൻ രുചി ഉണ്ടാകും. ശർക്കരയുടെയും ചുക്കിൻ്റെയും ഗുണം കിട്ടുകയും ചെയ്യും. ഇതുകൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്കും മുടിപൊഴിച്ചിലുള്ളവർക്കും വെള്ളപോക്കുള്ള സ്ത്രീകൾക്ക് ഡെലിവറി കഴിയുമ്പോൾ പാല് കുറവുണ്ടെങ്കിൽ അത് കൂടാൻ വേണ്ടിയിട്ടും ആ സമയത്തുണ്ടാകുന്ന മുടിപൊഴിച്ചിൽ, കാൽഷ്യം ഡെഫിഷ്യൻസി ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കും. അതുപോലെ ഇത് കഴിക്കുന്ന അമ്മമാർക്ക് മുലപ്പാലിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. എള്ളിൻ്റെ ഗുണം ശരീരത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള അടുത്ത വഴിയാണ് എള്ളെണ്ണ ഉപയോഗിക്കുക എന്നുള്ളത്. എള്ളെണ്ണ ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിൽ അയൺ അളവ് കൂടാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായിട്ടുള്ളതാണ് എള്ളെണ്ണ. ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. എള്ളിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഇതെല്ലാം എള്ളെണ്ണയിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാരം പാചകം ചെയ്യുമ്പോൾ എള്ളെണ്ണയും ഉപയോഗിക്കാം. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ത്വക്കിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾക്ക് പുറത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.